ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് നല്ല അടിപൊളി നാടൻ പാൽക്കപ്പ. അപ്പൊ ഇന്ന് നമ്മളെ നല്ല നാടൻ പാൽക്കപ്പയും പിന്നെ പിലോപ്പി മുളകേറി വെച്ചതിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അത് കോസ്കോന്ന് വാങ്ങിച്ച പിലോപ്പിയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും പാൽക്കപ്പയും മുളകേറിയുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്താലോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി അരയാൻ വേണ്ടി എളുപ്പത്തിൽ ഒന്ന് ഡൈസ് ചെയ്തിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതി സവാള ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കട്ടോ. ശരിക്കുള്ള റെസിപ്പി സവാളയ്ക്ക് വരാൻ കുഞ്ഞുള്ളിയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു വലിയ കപ്പ ഏകദേശം 3/4 കിലോ ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ടൈമിന് നമ്മുടെ മീൻകറി ഉണ്ടാക്കാനായിട്ട് 2 മീഡിയം സൈസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഡൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് 4 പച്ചമുളക് നടുക്കുന്ന നീളത്തിൽ കീറിയിട്ട് മാറ്റി വെക്കാം. ബാക്കി പകുതി സവാളയും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കാം. ആ ടൈമിൽ നമ്മുടെ കപ്പ വന്നിട്ടുണ്ടാവും കേട്ടോ. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് എടുത്തുള്ളൂ. ഇനി ആ കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ അടിച്ചു വെച്ച പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ക്യാൻ കോക്കനട്ട് മിൽക്കിന്റെ 3/4 ഭാഗം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് തിളക്കട്ടെ കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ടൊന്ന് ഇളക്കി എടുക്കുമ്പോൾ അതിന്റെ ടെക്സ്ചറേ മാറിയിട്ടുണ്ടാവും. അത് നോക്കി കുട്ടികളുടെ കുറുക്ക് പോലെ ഇരിക്കണല്ലേ. തീർന്നിട്ടില്ല. ലാസ്റ്റ് ഇതിന്റെ മേളിലേക്ക് ഒരു താളിപ്പ് ഇടും കേട്ടോ. അതാണ് ഇതിന്റെ മെയിൻ. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 4 വറ്റൽമുളകും നേരത്തെ അരിഞ്ഞ സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ആ കപ്പയുടെ മേളിലേക്ക് ഇട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞാലോ സംഭവം റെഡി. ഇനി മീൻകറിക്കായിട്ട് ഒരു കുടമ്പുളി തിളച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ആ പുളിവെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മസാല പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഓക്കിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ച് ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്തത് വഴറ്റണ സീനാണ് കേട്ടോ. ക്യാമറ ഓഫ് ആയി പോയതുകൊണ്ട് ആ സീൻ റെക്കോർഡ് ആയില്ല ഗൈസ്. അപ്പൊ സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തിട്ട് ആ മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പുളിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെട്ടി തിളച്ച് തുടങ്ങുമ്പോഴേ കോസ്കോന്ന് ക്ലീൻ ചെയ്ത് വാങ്ങിയ 2 ചുമന്ന പിലോപ്പി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്തായിരുന്നേ. ശരിക്കും മീൻകറി ഇങ്ങനെയൊക്കെ ഭയങ്കര എളുപ്പം കേട്ടോ. അപ്പൊ നമ്മളുണ്ടാക്കിയ പാൽക്കപ്പ ചട്ടിയുടെ നടുക്കോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ആ മീൻകറി അങ്ങോട്ട് നടുക്കോട്ട് ഇട്ടിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. സംഭവം ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പാൽക്കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി നോക്ക്. വളരെ പെട്ടെന്ന് തന്നെ പരിപാടി തീരും കേട്ടോ. അധികം സമയം എടുക്കൂല. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.